ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഫൂട്ടർ പരിചയപ്പെടാം. ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ ഇങ്ങനെ കണ്ടിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് സ്വീക്വൻസും വീതി കുറഞ്ഞ ലേസും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും കൂടിയാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. ഇതേപോലെ ഒരു ഫൂട്ടറും ഇങ്ങനെ 2 റോളുമാണ് സ്വീക്വൻസിൻ്റെ ഗോൾഡനും സിൽവറും വരുന്ന 2 റോളുമായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയും ഇത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫൂട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫൂട്ടർ ചേഞ്ച് ചെയ്യുന്ന ടൂളിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഈ ഫൂട്ടർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്വീക്വൻസിൻ്റെ റോള് ഇതിലൂടെ കടത്തി കൊടുക്കുകയാണ് വേണ്ടത്. എനിക്കറിയുന്നത് അങ്ങനെയാണ്. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഇടൂ. ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇതുപോലെ ഞാൻ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു വേസ്റ്റ് പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് പീസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ക്ലോത്ത് ഇതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് ആ സ്വീക്വൻസ് അതിൽ അറ്റാച്ചായിട്ട് വരണം. പക്ഷേ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ സ്വീക്വൻസ് വേറെയും സ്റ്റിച്ച് വേറെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനിത് പലതരത്തിൽ നോക്കി. എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലതരത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. വെച്ച് കൊടുത്ത് കറക്റ്റ് ആ പോയിൻറ്റിൽ നമ്മുടെ നീഡിൽ ഇറങ്ങുന്ന പോയിൻറ്റിൽ സ്വീക്വൻസ് വെച്ച് കൊടുത്തിട്ടാണ് തയ്ച്ചെടുത്തത്. പക്ഷേ ആ ഒരു 2 സ്വീക്വൻസിൽ ആ സ്റ്റിച്ച് പെട്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇതേപോലെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി നമുക്ക് ഈ ഫൂട്ടർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ നോർമൽ പ്രഷർ ഫൂട്ടർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഞാനത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സ്വീക്വൻസ് റോൾ വെച്ചിട്ട് പതിയെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ സാധാ ലേസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ പതിയെ നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അത് എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നി കേട്ടോ. ഇതിപ്പോൾ ഒരു വേസ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ടും നമ്മളത്ര ഫിനിഷിങ്ങിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു നീറ്റ്നെസ് തോന്നാത്തത്. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രഷർ ഫൂട്ടർ എനിക്കൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് തോന്നിയത്. ഈ സ്വീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഞാനത് വാങ്ങിയത് തന്നെ. പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.